നമ്മുടെ കേരളത്തിൽ അങ്ങും ഇങ്ങുമുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. ചേച്ചി മേടിച്ചോ? മനസ്സിലായി? ബബിത കണ്ടുപിടിച്ചാണല്ലോ. എങ്ങനെ മനസ്സിലായി? ഇത്ര പെട്ടെന്ന് മനസ്സിലല്ല. ഞാൻ വെയിറ്റിംഗ് ആയിരുന്നു. ഇപ്പൊ വരും വരും എന്നുള്ളൊരു പ്രതീക്ഷയിൽ നോക്കിക്കായിരുന്നു. എങ്ങനെയായിരുന്നു യാത്രയൊക്കെ? അടിപൊളിയായിരുന്നു. വീട് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടിയോ? ബുദ്ധിമുട്ടിയെന്ന് ചോദിച്ചാൽ വല്ലാണ്ട് ബുദ്ധിമുട്ടിയില്ല. എന്നാലും ചെറിയ വഴിയൊക്കെ ഇങ്ങനെ തെരഞ്ഞു പിടിക്കേണ്ടി വന്നു. സർപ്രൈസ് തരാനാവും ഒറ്റയ്ക്ക് കയറി വന്നത്. ഒരു രക്ഷയില്ല, സമ്മതിച്ചില്ല. അപ്പോഴേ നമുക്ക് കിച്ചണിലേക്ക് കയറി എന്തൊക്കെ ഉണ്ടാക്കാൻ പോണെന്നൊക്കെ ഉള്ളതൊന്ന് നോക്കാം. ഓക്കെ, ഞാനും തകർക്കണം കേട്ടോ. ഞാനും കുറച്ചൊക്കെ തട്ടിക്കൂട്ടി പരിപാടികളൊക്കെ ആക്കിയിട്ട് കിച്ചണൊക്കെ ഏകദേശം റെഡി ആക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ നമ്മൾ മലബാറിന്റെ രുചികൾ അന്വേഷിച്ച് ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ മലപ്പുറം കുന്നുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഈ കുന്നുമ്മൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുള്ള ഒരു അടുക്കളയുണ്ട്. നമ്മുടെ സ്മൃതി ചേച്ചിയുടെ അടുക്കളയാണ്. ചേച്ചി ഇവിടെ റെഡി ആയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചേച്ചിയുടെ വിശേഷങ്ങളും ചേച്ചി ഉണ്ടാക്കാൻ പോകുന്ന വിഭവത്തെക്കുറിച്ചും പിന്നെ കുറച്ച് ടിപ്സും ഒക്കെ ആയിട്ട് ചേച്ചിയുടെ കൂടെ കുറച്ച് നേരം ഇടാം. അപ്പൊ ചേച്ചി നമസ്കാരം. നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? ഓ സുഖം, നന്നായിട്ട് പോകുന്നു. ഇവിടെ എനിക്ക് ഇങ്ങനെ കണ്ട് മനസ്സിലായി എല്ലാം സെറ്റ് ചെയ്ത് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ റെഡി ആയി. ഞാൻ ഇപ്പൊ കുക്ക് ചെയ്യുന്നുള്ള ബേസിലാണ് നിൽക്കുന്നത്. ഇങ്ങനെ വിതുമ്പി നിൽക്കുകയാണ്. പക്ഷെ നമ്മളതിന് സമ്മതിക്കില്ല അല്ലെ? ഓക്കെ, അതിനു മുൻപ് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ള ഡീറ്റെയിൽസിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ പേര് സ്മൃതി എന്ന് പറഞ്ഞു. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഞങ്ങള് ജോയിന്റ് ഫാമിലിയാണ്. അമ്മ ഉണ്ട്, 2 ഏട്ടന്മാരുണ്ട്, അവരുടെ വൈഫുണ്ട്, കുട്ടികളുണ്ട്. അങ്ങനെ എല്ലാവരും ജോയിന്റ് ഫാമിലിയാണ്. ജോയിന്റ് ഫാമിലി ആകുമ്പോ ഒരുപാട് നല്ല കാര്യങ്ങൾ ഇങ്ങനെ അല്ലേ? എപ്പോഴും ഭയങ്കര സന്തോഷമായിരിക്കും. കുഞ്ഞു കുഞ്ഞു അടികളൊക്കെ ഉണ്ടാവും. അതെ, ഇല്ലാണ്ടില്ല അല്ലേ? ചെറുതായിട്ടൊക്കെ ഉണ്ട്. കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നു? എനിക്കൊരു മോളാണ്. മോള് UKG പഠിക്കുന്നു. ആത്മിക എന്ന പേര്. ആത്മിക നല്ല കുറുമ്പത്തി കുട്ടിയാണോ? അത്യാവശ്യത്തിലധികം കുറുമ്പുണ്ട്. അമ്മയുടെ പോലെയാണോ അച്ഛന്റെ പോലെയാണോ കുറുമ്പ്? അച്ഛന്റെ പോലെ ഇരിക്കും. അച്ഛന്റെ പോലെ ഇരിക്കും. ഞാൻ ചേട്ടൻ്റെ അടുത്ത് പോകുന്ന വഴിക്ക് ചോദിക്കാം കേട്ടോ, അച്ഛന്റെ പോലെയാണോ അമ്മയുടെ പോലെയാണോ കുറുമ്പ്? അതുപോലെ അമ്മയെ പോലെ തന്നെ നല്ല സുന്ദരി കുട്ടിയാണോ? അങ്ങനെ ചോദിച്ചാൽ അങ്ങനെയാണെങ്കിൽ ഓക്കെയാണ്. നല്ല സുന്ദരിയാണ്. ഞങ്ങളൊക്കെ ഇങ്ങനെ കാണുമ്പോ സത്യമായിട്ട് നല്ല സുന്ദരിയാണ്. താങ്ക് യു. ഓക്കെ, അപ്പൊ ചേട്ടൻ എന്താ ചെയ്യുന്നത്? ഏട്ടൻ ഗൾഫിലായിരുന്നു, ഇപ്പൊ നാട്ടിലുണ്ട്. ചെറിയൊരു ബിസിനസ് ആയിട്ട് അങ്ങനെ പോകുന്നു. കുക്കിംഗ് എങ്ങനെയാ? ഇഷ്ടമായിട്ട് ചെയ്യുന്നതാണോ അതോ കല്യാണം കഴിഞ്ഞോണ്ട് ഇനിയിപ്പോ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതാണ്? കുക്കിംഗ് ഇഷ്ടമാണ്. ചെറുപ്പം ഇഷ്ടമാണ്. അപ്പൊ ഫസ്റ്റ് കുക്ക് ചെയ്ത ഫുഡ് ഓർമ്മയുണ്ട്? ഓംലെറ്റ് ആ തോന്നുന്നു. കറക്റ്റ് ആൻസർ. ഞാൻ വിചാരിച്ചു വേറെ വല്ല ബിരിയാണി ഒക്കെ പറയുവാണെങ്കിൽ ഇപ്പൊ തട്ട് കൊടുക്കാന്ന് വിചാരിച്ചായിരുന്നു. ആദ്യം കട്ടൻ ചായ ഓംലെറ്റ് ഒക്കെ ആയിരിക്കും. സത്യം പറഞ്ഞു, ഞാൻ സത്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ പറഞ്ഞത് സത്യമാണ്. സത്യം മാത്രമേ പറയുള്ളൂ. ഫസ്റ്റ് ഉണ്ടാക്കിയ ഓംലെറ്റ് അതെ. എങ്ങനെ ഉണ്ടായിരുന്നു? അത്യാവശ്യം ഉപ്പ് കൂടുതലുണ്ടായിരുന്നു. ഓംലെറ്റിൽ ഉപ്പ് കൂടുതലായിരുന്നു. ആ ഉപ്പ് കൂടുതൽ പിന്നീട് അങ്ങോട്ട് കണ്ടിന്യൂ ആയിട്ട് പോയിരുന്നോ അതോ അവിടെ വെച്ചോ? ഇല്ല, ഇടയ്ക്ക് ചിലപ്പോ ഉപ്പ് കൂടും, ഇടയ്ക്ക് ചിലപ്പോ പുളി കൂടും, ഇടയ്ക്ക് എരിവ് കൂടും. ഉപ്പിലായിട്ടൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ ഉപ്പിലായിട്ട് ഒതുക്കിയില്ല. പിന്നീട് എല്ലാം കുറച്ച് കൂട്ടി അങ്ങ് കിട്ടൂല. കറക്റ്റായിട്ട് അങ്ങനെ അങ്ങ് പോയി. മാരേജ് കഴിഞ്ഞിട്ട് ഇപ്പൊ എത്ര വർഷമായി? 6 വർഷമായി. ഓക്കെ, അപ്പൊ ഈ 6 വർഷത്തിനിടയില് ഏട്ടന് ഫസ്റ്റ് കുക്ക് ചെയ്തത് എന്തായിരുന്നു? കുക്ക് ചെയ്ത് കൊടുത്തത് അങ്ങനെയൊക്കെ ചോദിച്ച ഫിഷ് ഫ്രൈ ആണെന്ന് തോന്നുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു? എനിക്കറിയില്ല. പുറത്തേക്ക് വരട്ടെ. ഇവിടെ കിടക്കുന്ന സാധനമില്ല, അതുകൊണ്ട് പുറത്തേക്ക് വരട്ടെ. അതങ്ങോട്ട് വരുന്നില്ല. അതെന്താന്നറിയോ? നന്നായിരുന്നു എന്ന് പറയാനൊരു പേടി. ഏട്ടൻ ഇത് കാണുമല്ലോ, കാണുമ്പോ ചിലപ്പോ അത് തിരിച്ച് റീഷൂട്ട് ചെയ്യേണ്ടി വരും. ചിലപ്പോ ഏട്ടൻ വന്ന് പണിയായിരുന്നു അല്ലേ? അപ്പൊ നമ്മള് വെറുതെ അങ്ങോട്ട് പോകുന്നില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി സംഭവം മനസ്സിലായി.
അപ്പൊ നമുക്ക് കുക്കിംഗ് പതി അങ്ങ് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ അതിനു മുൻപ് എന്ത് വിഭവം ഉണ്ടാക്കുന്നത് പറയണ്ടേ? മലപ്പുറം കോഴിക്കോട് എന്ന് പറയുമ്പോൾ നിങ്ങൾ ശരിക്കും വിചാരിക്കുക എന്തായിരിക്കും എന്ന് പറഞ്ഞേ? ഒരുപാട് ഐറ്റംസ് ഉണ്ട്. അല്ല, പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് എന്താ? എന്റെ മനസ്സിൽ വരുന്നത് കോഴിക്കോടാണെങ്കിൽ നല്ല ബിരിയാണിയാണ്. പക്ഷെ ഈ ഐറ്റംസ് കണ്ടിരിക്കാൻ ഉറപ്പാണ് ബിരിയാണി. പിന്നെ മലപ്പുറം സൈഡിലേക്ക് വരുമ്പോൾ നല്ല പായസം ഒക്കെ കിട്ടാറുണ്ട്. പ്രത്യേകിച്ച് ചില ഫംഗ്ഷൻസിന് ഫസ്റ്റ് നമ്മൾ വെള്ളത്തിന് പകരം അല്ലെ ഡ്രിങ്ക്സിനൊക്കെ പകരം മുൻപിൽ പായസം ഉണ്ടാവാറുണ്ട്. അപ്പൊ ഇവിടെയും പായസമാണ്. കാരണം എല്ലാരും മനസ്സിൽ പെട്ടെന്ന് വരിക ചിക്കൻ, മട്ടൺ, നോൺ വെജിലോട്ട് പോകും. പക്ഷെ നമുക്ക് എല്ലാ സീസണിലും നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പായസം അല്ലേ വിഭവമാണ് പായസം. എന്ത് പായസം? അതെന്ന് വെച്ചാൽ കാരക്ക മത്തൻ പ്രഥമൻ എന്നാണ് പേര്. കാരക്ക മത്തൻ പ്രഥമൻ. കാരക്ക മത്തൻ പ്രഥമനാണ് ചേച്ചി നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമ്മുടെ ഇതിന്റെ പേര് തന്നെ കാരക്ക മത്തൻ പ്രഥമനാണ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയന്റ് ഡേറ്റ്സ് ആണ്. ഈ ഡേറ്റ്സ് എന്ന് പറയുമ്പോൾ നല്ല ആരോഗ്യത്തിന് ഏറ്റവും നല്ലതായിട്ടുള്ള, അധികം നേരം പിടിക്കണ്ട അല്ലെ? എനിക്ക് തോന്നി അധികം നേരം എന്റെ കൈ തരാൻ ചാൻസ് ഇല്ല. അപ്പൊ ഇനി നമുക്ക് കലാപരിപാടികൾ തുടങ്ങാം. ആദ്യം നമുക്ക് ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്ത് നമുക്ക് ആദ്യം ശരിക്കും പാനിൽ നമുക്ക് ഇതൊന്ന് വറുത്ത് വെക്കാം. കിസ്മിസും പിന്നെ കാഷ്യൂ. അപ്പൊ നമ്മള് കാഷ്നട്ടും അതുപോലെ കിസ്മിസിന്റെയും കാര്യം ഒരു തീരുമാനത്തിൽ എത്തിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിതാ വീണ്ടും പൈനാപ്പിൾ എന്റെ കയ്യിലെത്തി. വേണ്ട അല്ലേ? കഴിച്ചോളൂ, കുഴപ്പമില്ല. നല്ല പൈനാപ്പിൾ അല്ലേ? അപ്പൊ നമ്മൾ ശരിക്കും പൈനാപ്പിൾ എടുക്കുന്ന സമയത്ത് മധുരമുള്ളതാണോ പുളിയുള്ളതാണോ വെള്ളം കൂടിയതാണോ എന്ന് നോക്കണം. ശരിക്കും പുളിയുള്ള പൈനാപ്പിൾ ആണെങ്കിൽ നമ്മളത് ക്വാണ്ടിറ്റി കുറച്ചെടുക്കണം. കാരണം എന്താ അറിയോ, നമ്മൾ ഉണ്ടാക്കുന്ന സമയത്ത് പായസത്തിന് ഒരു ചെറിയ പുളി വരും അല്ലേ? നല്ല മധുരമുള്ളതാണെങ്കിൽ കുഴപ്പമില്ല, നമുക്ക് വെള്ളം ചേർത്തിട്ട് വേവിച്ചെടുക്കാം. എന്നെ പോലെ വല്ല ടെസ്റ്റർ ഒക്കെ ഉണ്ടെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ മധുരല്ല വെള്ളം കൂടിയതാണെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നമുക്കൊന്ന് വേവിക്കണം. അല്ലെങ്കിൽ നമ്മൾ പിന്നെ അത് വെന്ത് മധുരം വരുമ്പോഴത്തേക്ക് ഒരു വെള്ളത്തിന്റെ ഒരു ഇതുണ്ടാവും. പൈനാപ്പിൾ വരുന്ന സമയത്ത് നമുക്കൊരു വെള്ളം പോലെ ഫീൽ ചെയ്യും. അപ്പൊ അതിനേക്കാളും നമുക്കൊരു കുറച്ച് പഞ്ചസാര ഇട്ടാക്കിയാലും ഓക്കെ. ഇത് ഓക്കെ അല്ലേ? മധുരമുള്ളതല്ലേ? നല്ല മധുരമുള്ളതാണ്. ഓക്കെ, ടെസ്റ്റ് ചെയ്ത് തീർത്തു. അപ്പൊ നമുക്കിത് പിന്നെ വേവിക്കണം. അപ്പൊ അത് വേവുന്നതിന് ഇടയ്ക്ക് നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഉണ്ട്. നമുക്ക് കുക്കറിൽ നമുക്ക് നേന്ത്രപ്പഴം ഒന്ന് പിഴിഞ്ഞെടുക്കാം. ഇതാണ് നമ്മൾ ഈ കല്യാണ വീട്ടിലോ അല്ലെങ്കിൽ ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്താണ് ഇങ്ങനെ കാണാം. എല്ലാ സ്റ്റൗവിലും ഫുൾ കുക്കിംഗ് മോഡ് ഓൺ എന്നൊക്കെ പറയുന്ന പോലെ എല്ലാത്തിലും ഫുള്ളാണ് ഇപ്പോൾ. അപ്പോൾ പൈനാപ്പിൾ ഏകദേശം റെഡി ആയി തുടങ്ങി. അതൊന്ന് വെള്ളം ഒന്ന് പറ്റിക്കണം. അപ്പോൾ പൈനാപ്പിളും നമ്മളെ നേന്ത്രപ്പഴം വേവാനുള്ള സമയമുണ്ട്. അതെ. ഏത് കോളേജിലാണ് പഠിച്ചത്? ഞാൻ നഴ്സിംഗ് ആണ്. ഞാൻ സ്റ്റാഫ് നേഴ്സ് ആണ്. നഴ്സിംഗ് ബാംഗ്ലൂരാണ്, സോഫിയ കോളേജ് ഓഫ് നഴ്സിംഗ്. എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ, നന്നായി. നഴ്സിംഗ് അടിപൊളിയായിരുന്നു. ഇഞ്ചക്ഷൻ ചെയ്യുന്നു, മുറിയെട്ടി കൊടുക്കുന്നു, ഇതാണോ അടിപൊളി? അല്ല, അടിപൊളി എന്നല്ല, അങ്ങനല്ല. നമ്മുടെ കോളേജ് ലൈഫ് സൂപ്പർ ആയിരുന്നു. എന്തൊക്കെ പരിപാടികൾ ഉണ്ടായിരുന്നു? കയ്യിലിരിപ്പ് എന്തൊക്കെയായിരുന്നു? ഡാൻസ് ചെയ്യാ, പാട്ട് പാടാ, അടി ഉണ്ടാക്കൽ മാത്രമായിരുന്നു? അത്യാവശ്യം അടി ഉണ്ടാക്കലുണ്ട്. അതെനിക്ക് കണ്ടപ്പോ മനസ്സിലായി, അതായത് അടി ഉണ്ടാക്കൽ മാത്രമായിരുന്നു. ചെറുതായിട്ടൊക്കെ ഒന്ന് ഡാൻസ് കളിക്കും. ചെറുതായിട്ടാണോ വലുതായിട്ടാണോ? സത്യം പറയണം. അത്യാവശ്യം നന്നായിട്ട് ഡാൻസ് ചെയ്യും. നമ്മൾ സംസാരത്തിനിടെ പഴം വെന്തിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്തു കേട്ടോ. മോളെ കുറിച്ച് നമ്മൾ പറഞ്ഞല്ലോ, നല്ല വികൃതി കുട്ടിയാണെന്ന് പറഞ്ഞു. അപ്പൊ ആ വികൃതി കുട്ടിയുടെ ഹോബീസ് എന്തൊക്കെയാണ്? മോള് ഡാൻസ് ചെയ്യും, പാട്ട് പാടും, ചിത്രം വരയ്ക്കും, അങ്ങനെ കുറെ കാര്യങ്ങൾ കേട്ടു. അപ്പോൾ TV ഷോസ് ഒക്കെ കാണാറുണ്ടോ? ടിവിയുടെ മുൻപിൽ എപ്പോഴും ഇരിക്കുമോ? അതോ? ടിവിയുടെ മുന്നിൽ അങ്ങനെ എപ്പോഴും ഇരിക്കാറില്ല. TV നമ്മളങ്ങനെ കാർട്ടൂൺ കാണില്ലേ? കാർട്ടൂൺ ഇഷ്ടമാണ്. പക്ഷെ ഇപ്പൊ എപ്പോഴും കുട്ടികളെല്ലാം ഫോണല്ലേ, ഫോണിൽ ഫുൾ ടൈം നമ്മുടെ ഫ്ലവേഴ്സിൽ തന്നെ ഉപ്പും മുളകും ഫുൾ ടൈം. അങ്ങനെ വഴിക്ക് വരട്ടെ, വെറുതെ അല്ല കൊച്ചെല്ലാ കാര്യത്തിലും ഇങ്ങനെ ഓടി നടക്കുന്നേ. അവളുടെ ജീവിതത്തിൽ തന്നെ അവരുടെ ഫാമിലി അവക്കൊരു പാർട്ടാണ്. ഫാമിലിയാണ്. കേശു ആക്രാന്തം, അമ്മ കേശുവിനെ പോലെ ആക്രാന്തം കാണിക്കല്ലേ എന്നൊക്കെ പറയും. ഇതൊക്കെ കേശു കേൾക്കുന്നുണ്ടാവും. മേ ബി നമ്മളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുമ്പോ കേശു കണ്ടോളൂ കേട്ടോ. അപ്പോ കേശുവിന്റെ ഭയങ്കര ഫാനാണ്. കേശു എന്നല്ല, ആ ഫാമിലി ഫുള്ള്. അവള് ഇങ്ങനെ ടോയ്സ് ഒക്കെ വെച്ച് ഇങ്ങനെ കളിക്കുമ്പോ ഉണ്ടല്ലോ, ഇത് കേശു, ഇത് ശിവ,
അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാ വെള്ളി മൂങ്ങ, നമ്മുടെ ലച്ചു, മുടിയൻ, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ അവള് കളിക്കും. അപ്പൊ നമ്മള് ജസ്റ്റ് അവളെ ശ്രദ്ധിക്കാത്ത രീതിയിൽ നിൽക്കുമ്പോ അറിയാം ഫുൾ ടൈം അവള് അവള് ശരിക്കും കളിക്കുന്നത് ആ ഒരു ഫാമിലിയുടെ കൂടെയാണ് അവള് കളിക്കുന്നത്. അപ്പൊ മെമ്പേഴ്സിന് കുറവൊന്നുമില്ല, കുറെ പേരുണ്ടല്ലോ. അതെ. അപ്പോഴേ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കാന്താരി കുട്ടി നമുക്കിത് കാണാം. ആത്മിക, ഹലോ. ഹായ് പറയൂ ചേച്ചി. ഹായ്. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല വിശേഷം. ഒരു നാണൊക്കെ ഉണ്ടല്ലോ. ഉപ്പുമുളക് കാണാറില്ലേ? ആരെ കൂടുതൽ ഇഷ്ടം? ശിവാനിയാണ് കൂടുതൽ ഇഷ്ടം. ശിവാനി ഡയറക്റ്റ് കാണണമെന്നുണ്ടോ? കാണണോ? ശിവാനി ഡയറക്റ്റ് കണ്ട് എന്താ കൊടുക്കുക? ഗിഫ്റ്റ് കൊടുക്കുവോ? എന്താ ഗിഫ്റ്റ്? എന്ത് ഗിഫ്റ്റാ കൊടുക്ക ശിവാനിക്ക്? പാവക്കുട്ടി. ശിവാനിക്ക് ഒരു പാവക്കുട്ടി ഇവിടെ റെഡിയാണ് കേട്ടോ. അമ്മയാണോ അച്ഛനെയാണോ കൂടുതൽ ഇഷ്ടം? കൊടുകൈ. ആ കൈയൊന്നും തന്നെ അമ്മയുടെ ഒക്കത്തിരുന്നിട്ട് അതല്ല, അമ്മയുടെ ഒക്കത്തിരുന്നിട്ട് എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം. അതാണ് ആളാണ്. അപ്പൊ കൊറേ നേരമായിട്ട് ഇങ്ങനെ എടുത്തു നിൽക്കണം, നമുക്ക് കുക്കിംഗ് ബാക്കിയുണ്ട്. അപ്പൊ മോള് പോയി കളിച്ചോട്ടാ. ഇതിന് വല്ല തീരുമാനമായോ? ഇതിവിടെ ഓക്കെയാണ് കേട്ടോ. ഇറക്കി വെച്ചാൽ അതൊന്ന് മാറ്റി വെക്കാം. ഇതും ഏകദേശമായി. ഇതും ഒന്ന് നമുക്ക് തണുക്കാൻ മാറ്റി വെക്കാം. പഴം റെഡി ആയിട്ടുണ്ട്. പൈനാപ്പിളും വെന്ത് കഴിഞ്ഞു. മത്തനൊന്ന് കുക്കറിലടിക്കാം. എന്നാ അതിനു മുന്നേ നമുക്കിപ്പോ നമ്മുടെ ഇത് ചൂടാക്കാൻ വെച്ചാൽ അപ്പൊ പിന്നെ അല്ലെങ്കിൽ ഇതിന്റെ സമയം നമുക്ക് കുറച്ച് ലാഭിക്കാം. ഒരുപാട് പണികൾ ഒരുമിച്ച് ചെയ്യാം അല്ലേ? അതെ. അപ്പൊ നമുക്ക് ഇതിലോട്ട് ഉരുളി വെച്ചിട്ട് ഉരുളി ഒന്ന് ചൂടാക്കാം. പിന്നെ നമുക്ക് നല്ല സമയം എടുക്കൂലേ? അത്യാവശ്യം സമയം എടുക്കും. സൈസുള്ള ഉരുളി. അപ്പൊ ഇത് വെക്കുന്ന സമയം നമുക്കൊന്ന് വേണമെങ്കിൽ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ പൈനാപ്പിള് ഭയങ്കര ഒരു നല്ല ചൂടായിട്ടുണ്ട്. കുറച്ച് നെയ്യ് ഒഴിക്കാം. ഇനി നമുക്ക് ഈ നമ്മുടെ 5 ഇൻഗ്രീഡിയൻസ് ഇല്ലേ, ഫ്രൂട്ട്സ് 5 എണ്ണം, അത് ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് ഇടുക. അപ്പൊ നമ്മുടെ ഉരുളിയിൽ ഇപ്പം നല്ല നെയ്യും, ആ നെയ്യിലേക്ക് വേവിച്ച മത്തൻ, വേവിച്ച നേന്ത്രപ്പഴം, പിന്നെ വേവിക്കാത്ത നല്ല നാടൻ പൂവമ്പഴം, പിന്നെന്തായിരുന്നു പൈനാപ്പിൾ. ബബിതയ്ക്ക് കുക്കിംഗ് പഠിക്കണം എന്ന് ആഗ്രഹമില്ലേ? എന്തോ പണി വരുന്നുണ്ടാണോ? ഉണ്ടാണോ? പിന്നെ നല്ല ആഗ്രഹം. അപ്പൊ ഒന്ന് ഇളക്കിയാലോ, കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഇളക്കി നോക്കിയാലും നമുക്ക് സംഭവം എന്നെ പഠിപ്പിക്കാനുള്ള ആവേശമൊന്നുമല്ല, നല്ല കൈ വേദനിക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് ഏൽപ്പിക്കാനുള്ള പ്ലാനാണ്. അത് ഇളക്കാനുള്ള ആരോഗ്യം ഉണ്ടോന്ന് പിന്നെ ആദ്യം നോക്കണം. അത് വേറെ കാര്യം. ചോദിച്ചു പോയ കൈയാണ് അല്ലേ? കുഴപ്പമില്ല. എന്നാലും നമുക്കൊന്ന് ട്രൈ ചെയ്യാം അല്ലേ? ഒന്ന് നോക്കി നോക്കൂ. ആദ്യം ഇത് കൈ കൊള്ളു. അതെ, അതാദ്യം പിടിച്ചോളൂ. സ്റ്റാർട്ട്. നടക്കട്ടെ, നോക്കട്ടെ. റെഡി 1 2 3 സ്റ്റാർട്ട്. എന്താണ് ഇത്? അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല, പക്ഷെ ഇങ്ങനെ കുറെ നേരം കുഴപ്പമില്ല സംഭവത്ത്. ആക്ച്വലി ബുദ്ധിമുട്ടൊന്നും ഇല്ല. കുറച്ച് നേരം ഇങ്ങനെ ഇളക്കുമ്പോ നമ്മളൊന്ന് പരുവത്തിനെത്തുമ്പോഴത്തേക്കും നമ്മളൊരു പരുവത്തിലാവും. അതാണ് സത്യാവസ്ഥ. വഴറ്റി നല്ലൊരു പരുവത്തിലാക്കിയിട്ടുണ്ട്. അതെ, ഏകദേശം എല്ലാം നല്ലോണം മിക്സായി. ഓക്കെ, അപ്പൊ നമ്മൾ അതിലേക്ക് കുറച്ച് ഡേറ്റ്സ്, ആ ഒരു കടിക്കൽ കിട്ടണമെങ്കിൽ, കുട്ടികൾക്ക് കൊടുക്കുന്ന സമയത്ത് അവർക്കൊരു ആ ഒരു ക്രിസ്പി ഫീല് കിട്ടണമെങ്കിൽ കറക്റ്റ് കുറച്ച് ഡേറ്റ്സ് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഇടാം. അപ്പൊ ആ ഡേറ്റ്സ് മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമ്മൾ ശർക്കരപ്പാനി ഒഴിക്കാണ്. ഇതിൽ ഒരുപാട് മധുരമുള്ളതും ചെറിയ പുളിപ്പുള്ളതുമായിട്ടുള്ള കുറെ ഇൻഗ്രീഡിയൻസ് മിക്സ്ഡ് ആണ്. അതുകൊണ്ടാണ് മധുരം ടെസ്റ്റ് ചെയ്യുന്നത്. അത് വേണോ? നോക്കാം. എനിക്കതിന് മധുരം കുറച്ചെന്നുള്ള ആളാണ് ഞാൻ. ആണോ? അപ്പൊ എന്റെ മധുരം
നല്ല നെയ്യിന്റെയും പിന്നെ നമ്മുടെ പൈനാപ്പിളിന്റെ എല്ലാത്തിന്റെയും ടേസ്റ്റ് കിട്ടുന്നുണ്ട്. കൂടുതൽ ഞാൻ പറയുന്നില്ല, ഇത് എനിക്കൊരു ബൗളിലൊക്കെ തരട്ടെ, അല്ലെങ്കിൽ ഈ കഴിച്ചല്ലോ ടേസ്റ്റ് നോക്കിയില്ലോ ബാക്കി തന്നു എന്ന് വരില്ല. അതെ, ഇപ്പൊ ഇയാളെ കഴിച്ചാൽ നമുക്ക് ബാക്കിയുള്ളവർക്ക് സെർവ് ചെയ്യാൻ ചിലപ്പോ വേണ്ട, അങ്ങനെ വേണ്ട, ഞാൻ ടേസ്റ്റ് നോക്കിയിട്ടില്ല. നമുക്കിനി ലാസ്റ്റ് വേണമെങ്കിൽ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് നമുക്കൊന്നുകൂടി നോക്കാം. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ നമ്മുടെ പായസം ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇളക്കാൻ നല്ല സുഖമുണ്ട് കേട്ടോ, ലിക്വിഡ് പരുവത്തിലായി. അതാണ് ഞാൻ ആരെങ്കിലും കൈക്ക് തരുന്നേ ഇല്ല, ഒന്നൊന്ന് പിടിച്ചാൽ നന്നായിരുന്നുള്ള രീതിയിലായിരുന്നു കണ്ടുപിടിച്ചത്. അപ്പൊ ഇപ്പൊ കുഴപ്പമില്ലതാ, ഇപ്പൊ നല്ല ലിക്വിഡ് ഫോം ആയിട്ടുണ്ട്, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പം ഇതെനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞതിന്റെ സ്വാദ് കുറഞ്ഞാലേ ഉള്ളൂ, അല്ലാണ്ട് ഇതിന് സ്വാദ് കൂട്ടിട്ട് ഒന്ന് നമുക്ക് തിളക്കാം. ഇതിലേക്ക് ഇനി തേങ്ങാപ്പാൽ ഒഴിക്കുന്നുണ്ടോ? ഇപ്പഴല്ല, ഒന്ന് തിളച്ചോട്ടെ. ചെറുതായിട്ട് തിളക്കേണ്ട സമയം അല്ലേ? അപ്പൊ നല്ല അടിപൊളിയായിട്ട് നല്ല പായസത്തിന്റെ രൂപത്തിലായിട്ടുണ്ട്. പക്ഷെ നമ്മൾ തേങ്ങാപ്പാൽ 1-ാം പാലും 2-ാം പാലും കൂടെ ആദ്യം നമ്മള് 2-ാം പാൽ ഒഴിക്കാം. ഇത് ഞാൻ ഇളക്കാൻ മിക്സ് ആവോ? ഞാൻ ഇളക്കാൻ മിക്സ് ആവോ എന്ന് എനിക്ക് സംശയമുണ്ട്. ഓക്കെ, ഇപ്പൊ ഏകദേശം മിക്സ് ആയി. കളറ്, ആ പാലിന്റെ കളർ മാറി. ഓക്കെ, ഇതൊന്നിന് തിളക്കുക. ഇത് ഒന്നുകൂടെ തിളക്കണം അല്ലേ? ഇതിന്റെ റെസിപ്പി എവിടുന്ന? റെസിപ്പി എന്ന് വെച്ചാല് ശരിക്കും എനിക്കിവിടെ ഞാനിവിടെ വർക്ക് ചെയ്യുന്നിടത്ത് എന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് ഹോസ്പിറ്റലിൽ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പൊ അവര് ഈ പെരുന്നാൾ കഴിഞ്ഞ് വരുമ്പോ ഈ ഒരു പായസം കുടിച്ചിട്ടാണ് അവരുടെ ഭക്ഷണം തുടങ്ങുക. അന്നത്തെ ഭക്ഷണം പള്ളിയിലൊക്കെ പോയി വന്ന് ഇതാ കഴിച്ചിട്ടേ തുടങ്ങി. അപ്പൊ ഒരു ദിവസം എനിക്ക് കൊണ്ടുതന്നോ? കഴിക്കാൻ തന്നു. അപ്പൊ എന്താ അറിയോ, നന്നായിട്ട് ഇഷ്ടമായി. കഴിക്കാൻ കൊണ്ടുതന്നു, ഭയങ്കര ടേസ്റ്റ്. അപ്പൊ നമ്മൾ റെസിപ്പി ചോദിച്ചു. അപ്പൊ എന്താ അറിയോ, അവളും ഇത് തന്നെ പറഞ്ഞത്, ശരിക്കും നമുക്ക് ഏത് ഫ്ലേവർ ആണോ കൂടുതൽ ഇഷ്ടം നമുക്ക് അത് ചേർക്കാം. നമ്മുടെ ഈ മലപ്പുറം ഡേറ്റ്സ് ആണ് മെയിൻ. അപ്പൊ നമ്മള് ഡേറ്റ്സ് ചെയ്ത് പിന്നെ വീട്ടിലുണ്ടാക്കിയപ്പോ എല്ലാവർക്കും ഇഷ്ടമായി, നന്നായിട്ട് ഇഷ്ടമായി. അപ്പൊ പിന്നെ നമ്മളിപ്പോ ഒരു മലപ്പുറം റെസിപ്പി എന്ന് പറയും, മലബാർ റെസിപ്പി എന്ന് പറയുമ്പോ എല്ലാ ഫെസ്റ്റിവലിനും നമുക്ക് ഇത് ഉപയോഗിക്കാം. ക്രിസ്മസ് ആണെങ്കിലും ഓണം ആണെങ്കിലും നമുക്ക് ഈ പെരുന്നാളാണെങ്കിലും പായസം. പക്ഷെ ഇത് ഒരു എനർജി ആട്ടോ ഈ പായസം. ശരിക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫ്രൂട്ട്സും ഒക്കെ ചേരുമ്പോ ഒരു പ്രത്യേക ഒരു എനർജിയാണ്. അതിൽ ഈ നാളികേരത്തിൽ നമ്മൾ ഈ തേങ്ങ വെള്ളം ചേർത്തിട്ടൊന്ന് അരയ്ക്കുമ്പോ അതിന്റെ പാലൂടെ എടുക്കുമ്പോ അതിന് വേറൊരു അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? പാല് ഫസ്റ്റ് പാലെടുക്കുമ്പോ നമ്മൾ ശരിക്കും വെള്ളം കുറച്ച് ഇട്ടില്ലെങ്കിൽ കിട്ടില്ല, പാലൊട്ടും കിട്ടില്ല. അപ്പൊ നാളികേരത്തിന്റെ അപ്പൊ വെള്ളത്തിനെക്കാളും എന്തായാലും നാളികേരത്തിന്റെ വെള്ളത്തിന് കുറച്ചും കൂടി ടേസ്റ്റും ഉണ്ട്, ഗുണങ്ങളും ഉണ്ട്. അപ്പൊ പായസം റെഡിയായി. പായസം റെഡിയായി, നമുക്ക് സുന്ദരിയാക്കാൻ പോവാണ്, ഗാർണിഷ് ചെയ്യാൻ പോവാണ്. ആ കാത്തിരിപ്പിന് വിരാമം എന്നൊക്കെ പറയുന്ന പോലെ നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. ഇനി എനിക്കൊരു ബൗളില് ഇത് എടുത്തു തരാം. ഞാനതങ്ങ് കഴിക്കും. കഴിച്ചിട്ട് വേണം അഭിപ്രായങ്ങൾ പറയാൻ. എന്ത് പറയണം? സത്യം പറഞ്ഞാൽ മതി. സത്യം പറയണം. ഒന്ന് നിർത്തിയ അഭിപ്രായം നിർത്തിയാൽ അഭിപ്രായം കേൾക്കായിരുന്നു അല്ലേ? ഇത് തന്നെയാണ് അഭിപ്രായം. നിർത്താൻ തോന്നുന്നില്ല. ആണോ? നല്ല ടേസ്റ്റ് ഉണ്ട്. താങ്ക് യു. ഈ പറഞ്ഞ പോലെ നിർത്താൻ തോന്നുന്നില്ല എന്ന് മാത്രല്ല, എല്ലാത്തിന്റെയും ഫ്ലേവർ ഇതിൽ നമ്മൾ എന്തൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം ഫ്ലേവർ നല്ല കറക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ചൂടോടെ കഴിക്കുകയാണെങ്കിലും തണുപ്പിച്ച് കഴിക്കുകയാണെങ്കിലും നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. ഞാനൊന്ന് ഊതി കഴിച്ചു, പിന്നെ ഒന്ന് ചൂടോടെയും കഴിച്ചു നോക്കി. രണ്ടിന്റെ ടേസ്റ്റ് മനസ്സിലായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പൊ ഇത് ഇങ്ങനെ ടേസ്റ്റ് ചെയ്ത് കഴിക്കുകയാണെങ്കിൽ ഇതാ ഇപ്പൊ തന്നെ കിച്ചണിൽ പോവാ. വേണ്ട സാധനങ്ങളൊക്കെ ഉണ്ടോ നോക്കുക, ഇല്ലാത്ത സാധനങ്ങൾ പെട്ടെന്ന് മേടിക്കുക, ഉണ്ടാക്കി നോക്കുക, കഴിക്കുക. അപ്പൊ ഇനി എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ല, ഇത് മുഴുവൻ കുടിച്ചു തീർക്കണം.
അപ്പൊ താങ്ക് യു, മറന്നുപോയി. ഓക്കെ, വളരെ നന്നായിട്ടുണ്ട്. താങ്ക് യു. അപ്പൊ ഇതുപോലെയുള്ള കുറച്ചുകൂടെ ടേസ്റ്റ് ഉള്ള ഇതിലും നല്ല ഡിഷസ് ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. ഇനിയും വരൂ കേട്ടോ. ഓക്കെ ഓക്കെ ഓക്കെ, ഞാൻ അപ്പൊ ഇവിടെ റെഡിയാണ്. അപ്പൊ നിങ്ങളും റെഡി ആയിരിക്കും. ഇതുപോലെ നല്ല ചേച്ചിമാർ, നല്ല സുന്ദരി ചേച്ചിമാരും മിടുക്കികളായിട്ടുള്ള ചേച്ചിമാരും അതോടൊപ്പം നല്ല കൈപ്പുണ്യം ഉണ്ടെന്ന് തെളിയിച്ചിട്ടുണ്ട്. അപ്പൊ നല്ല കൈപ്പുണ്യമുള്ള നല്ല ഭക്ഷണങ്ങളും നല്ല അടിപൊളിയായിട്ടുള്ള സംസാരങ്ങളും ഒക്കെ ആയിട്ട് അടുത്ത എപ്പിസോഡ് കാണുമ്പോഴേക്കും ഇറ്റ്സ് മീ ബബിത സൈനിങ് ഓഫ്.